സ്ത്രീ ശാക്തീകരണ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി വളരെ റോ ആയിട്ട് ഫീൽ ചെയ്ത ഒരു സിനിമയായിരുന്നു വിക്ടോറിയ. IFFKയിലും ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനും ഒക്കെ പോയി ഒരുപാട് അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള സിനിമ കൂടായിരുന്നു. ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ മീനാക്ഷി ജയന് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാനുള്ള കാരണങ്ങൾ ഒരുപാടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, എഡിറ്റർ ശിവരഞ്ജിനി. KSFDC ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലെ ടൈറ്റിൽ കഥാപാത്രം ചെയ്തിട്ടുള്ളത് മീനാക്ഷി, വിക്ടോറിയ എന്ന കഥാപാത്രം. വിക്ടോറിയയുടെ ലൈഫിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ് ഈ സിനിമ കാണിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ പുരുഷ കഥാപാത്രങ്ങളെ ഇല്ല. ആകെ ഒരു വീഡിയോ കോളിൽ വരുന്ന ഒരു മെയിൽ ഒരു പ്രസൻസ് മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൽ മീനാക്ഷി, വിക്ടോറിയ എന്ന കഥാപാത്രം വർക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്നുള്ളത്. സിനിമ പറയുന്ന പൊളിറ്റിക്സും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇതിൽ വിക്ടോറിയ എന്ന കഥാപാത്രം വരുമ്പം തന്നെ ഒരു നേർച്ചക്കോഴിയെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു നേർച്ചക്കോഴിയും ഈ ഒരു കഥാപാത്രം, ഈ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൻ്റെ ആ ഒരു കഥാപാത്രം തമ്മിലുള്ള ഒരു കണക്ഷനൊക്കെ വളരെ പ്യുവറായിട്ടും അത് വളരെ ഭംഗിയായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശിവരഞ്ജനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു കഥാപാത്രം ചെയ്ത് ഫലിപ്പിക്കുക എന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷെ ആ ഒരു ബ്യൂട്ടീഷ്യൻ അത് ഫുള്ളി പഠിച്ച് ഇതിൽ ഒരുപാട് സിംഗിൾ ഷോട്ടുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഈ പാർലറിലേക്ക് എത്തുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. അത് അത്ര എളുപ്പത്തിൽ എടുത്ത് തീർക്കാൻ പറ്റുന്നതല്ല. പാർലറിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിലും സിംഗിൾ ഷോട്ടായിട്ടുള്ള കുറേ സീൻസ് പോകുന്നുണ്ട്. അതൊക്കെ അത്രയും ആ ക്യാരക്ടറിനെ അത്രയും ഡീപ്പായിട്ട് എടുത്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത് ചെയ്ത് ഫലിപ്പിച്ച മീനാക്ഷിക്ക് പ്രത്യേക അഭിനന്ദനം, പ്രത്യേക കൈയ്യടി. പിന്നെ ഇതിൽ വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രവും ശ്രീഷ്മചന്ദ്രൻ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ എത്രയൊക്കെ ഇമോഷൻസും എത്രയൊക്കെ വിഷമങ്ങളും മനസ്സിൽ കംപ്രസ് ചെയ്യാൻ നോക്കിയാലും ഒരു പോയിന്റ് എത്തുമ്പം അതെല്ലാം കയ്യിൽ നിന്ന് പോകും. അങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിലൂടെ കാണിച്ചിട്ടുണ്ട്. ഇതിൽ വിക്ടോറിയ എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരു ബ്രേക്ക് ഡൗൺ, ഈ ശ്രീഷ്മ എന്ന കഥാപാത്രം, ലയ എന്ന കഥാപാത്രത്തിന് മുന്നിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ അവർ കാണിച്ചിരിക്കുന്ന രീതി വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നു പോകുന്ന മറ്റ് കഥാപാത്രങ്ങൾ ഇതെല്ലാം ഈ പാർലറിൽ വരുന്ന ക്ലയൻസ് ആണ്. ഇതിൽ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട്, അതുപോലെ ബാക്കി കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളും. ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനും, ഈ കോൺവെർസേഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ റോ ആണ്. ഇതൊട്ടും ഓവർ സിനിമാറ്റിക് ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. വളരെ റോ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ഇതിൽ നടക്കുന്നത്. ഒരുപാട് സ്റ്റാർ കാസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ടോ ഒരുപാട് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഉള്ള സിനിമ അല്ലാത്തത് കൊണ്ടോ ഈ സിനിമ എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിനൊക്കെ പോയത് കൊണ്ടായിരിക്കാം ചിലപ്പം ഈ സിനിമയ്ക്ക് ഇത്രയെങ്കിലും ഒരു അറ്റൻഷൻ കിട്ടിയത്. പക്ഷേ ഒരു നല്ല സിനിമാ പ്രേമി, നിങ്ങളൊരു നല്ല സിനിമ കാണാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ കണ്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സിനിമയായിരിക്കും വിക്ടോറിയ. നിങ്ങൾ ഒരു നല്ല സിനിമ കാണാനാണ്, തിയേറ്ററിൽ പോയി നല്ലൊരു സിനിമ കാണാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൻ്റെ അവസാനത്തെ നേർച്ചക്കോഴിയുടെ കുറച്ച് ഒരു റോ ഫുട്ടേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസും തരും. സോ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡു വാച്ച് വിക്ടോറിയ ഇൻ തിയേറ്റേഴ്സ്.